ഒരു തണുത്ത പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നൊരു മഴയുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ തന്നെ മഴയാണ്. ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു പ്രഭാതമായിരുന്നു എൻ്റേത്. ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടാണ് പറഞ്ഞത്. ആ സ്വപ്നം എന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി. അതുപോലെ പ്രകൃതിയും ഭയങ്കര സങ്കടത്തിലാണെന്ന് തോന്നുന്നു. നാട്ടിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിനൊപ്പം തന്നെ എനിക്ക് നാട്ടിൽ പോകുന്നതോർത്ത് ഒരു സങ്കടമാണ്. എൻ്റെ അമ്മേനെ കാണുന്നത്. എൻ്റെ അമ്മ ഒട്ടും ഹെൽത്തി അല്ല. അപ്പോൾ അമ്മയെ കാണുക, അമ്മയെ ഓർത്താണ് ഞാനിന്ന് സ്വപ്നം കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഹാപ്പി അല്ലാണ്ടിരുന്ന ഒരു ദിവസം. ഇങ്ങനെ വന്ന് മഴയും നോക്കി കുറേ നേരം ഇരുന്നു. മുമ്പോട്ടൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസം. അപ്പം തന്നെ ഒരു ബുക്കും പേപ്പറും എടുത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. എൻ്റെ പരിപാടിയാണിത്. ആ ഒരു ദിവസം ഫുള്ള് ചിലപ്പോൾ പ്ലാൻ ചെയ്യും, ചിലപ്പം തൊട്ടടുത്ത നിമിഷം എനിക്ക് ചെയ്യാനുള്ള കാര്യം പോലും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ആ ഒരു മനസ്ഥിതിയിൽ ആ മൊമെൻറ്റിലുള്ള കാര്യത്തിനെ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകും. ചെയ്യേണ്ടത് എന്തോ അത് എഴുതും. സ്പോട്ട് പ്ലാനിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ മൊമെൻറ്റിൽ എന്ത് ചെയ്യണം. ഏറ്റവും ആദ്യം തന്നെ ഞാൻ എഴുതി വെച്ചത് ഞാനൊന്ന് റെഡി ആവണം എന്നുള്ളതാണ്. കാരണം അതുപോലും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് ഞാൻ ഒരു സങ്കടം പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ വിഷമങ്ങൾ എപ്പോഴും നമ്മളെ മാത്രം വിഷമങ്ങളാണ്. കേൾക്കുന്നവർക്കതൊരു കഥയാണ്. എത്ര പറഞ്ഞാലും നമുക്കതൊരാളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതുമല്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഇല്ലാച്ചാൽ നമ്മൾ അങ്ങനെ അങ്ങിരുന്ന് പോകും. അങ്ങനെ ഇരിക്കാനും പറ്റില്ലല്ലോ. നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. ഉള്ള സങ്കടങ്ങളെ ഓർത്തിരിക്കുകയല്ല, നമുക്കുള്ള അനുഗ്രഹങ്ങൾ ഓർത്ത് സന്തോഷിക്കുക, അല്ലാതെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഓരോ ദിവസങ്ങൾ നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. അവരെ നോക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം മുമ്പോട്ട് പോകണം. നമ്മുടേതായ ലൈഫ് മുമ്പോട്ട് പോകണം. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. അങ്ങനെയുള്ള എൻ്റെ ഒരു കുഞ്ഞു സന്തോഷമാണ് ഈ ചാനലും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ഇപ്പോൾ ഇത്. അത് പെർഫെക്റ്റ് അല്ലെന്ന് എനിക്കറിയാം, എങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ രാവിലെ ഞാനൊന്ന് റെഡിയായി. എന്നിട്ട് നേരെ വന്ന് വീണ്ടും അതിൽ ടിക്ക് ചെയ്യും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ഒരു എനർജി കിട്ടും. അങ്ങനെ മുമ്പോട്ട് പോകും. അങ്ങനെ മുമ്പോട്ട് പോയൊരു ദിവസമായിരുന്നു അത്. ഇതൊക്കെ മാറാൻ കുറേ സമയമെടുക്കും. അങ്ങനെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ അല്ല, ദോശയാണ്. ദോശ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ. എൻ്റെ മോൾക്ക് ഇഡലി. അങ്ങനെ രാവിലെ അതൊക്കെ ചെയ്തു. എല്ലാം വൃത്തിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കുരങ്ങച്ചാര് കിടന്ന് ചാടുന്നത് കണ്ടത്. നോക്കുമ്പം ആൾ വന്നിട്ടുണ്ട്. ഞാൻ ഫോണും കൊണ്ട് ഇരുന്നപ്പോഴത്തേക്കിനും പോയി. പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കാനുണ്ടായിരുന്നു, തുണി മടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി അടുക്കളയിൽ വന്നപ്പോൾ കൊണ്ട് ദേ അവിടെ ഇരിക്കുന്ന ആൾ. മഴയൊക്കെ നനഞ്ഞ് തണുത്തിരിക്കുകയാണ് രണ്ടുപേരും. മിക്കവാറും ദിവസമൊക്കെ വരും, എന്നും ഇല്ല. എന്നാലും ഇങ്ങനെ വന്ന് അടുക്കളയിൽ ഇരിക്കും. എങ്ങാനും ജനലോ കഥയൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കയറി നാശം ഉണ്ടാക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്തല്ല, വേറൊരിടത്ത് കുരങ്ങൻ കയറി അടുക്കള മൊത്തം നശിപ്പിച്ച്. പിന്നെ ഇതിനെ ഓടിക്കുന്നതിനാണ് ഈ ഒരു റെഡ് ലൈറ്റ്. ഇതിട്ട് കാണിക്കുമ്പോഴത്തേനും ഒരൊറ്റ ഓട്ടം. ഭയങ്കര പേടിയാണ്. എല്ലാ കുരങ്ങനും ഇല്ലേ, വലിയ കുരങ്ങനൊന്നും അങ്ങനെ ഓടില്ലെങ്കിലും അത്യാവശ്യമുള്ള കുരങ്ങനൊക്കെ ഓടും. അങ്ങനെ രാവിലെ കുക്കിങ്ങിന് കയറി. കൊഞ്ചും മാങ്ങായും വെക്കാൻ വേണ്ടി മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അത് പഴുത്ത മാങ്ങയായിരുന്നു. പിന്നെ അതിനെ മാറ്റി വെച്ചു. ഡല്ലിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കുക്കിങ്ങൊക്കെ നടത്തി. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊത്തില്ല. ആളിനിടെ കൂടെ ബഹളവും ഒക്കെയാണ് കാര്യങ്ങൾ. മാങ്ങയ്ക്ക് പകരം തക്കാളി ഇട്ടാണ് നമ്മളിത് വെച്ചത്. നല്ല ടേസ്റ്റാണ് ഇത്. ഇതിനും ചോറും ഉണ്ടെങ്കിൽ നമുക്കിരുന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കാം. ഈ മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക്. പിന്നെ രസം വെച്ചു. അത് കഴിഞ്ഞിട്ട് നെല്ലിക്ക അച്ചാറിട്ടു. 4 നെല്ലിക്ക ഉണ്ടായിരുന്നു, അവനെ പിടിച്ച് അച്ചാറിട്ടു. പിന്നെ ഒരുപാട് ക്ഷീണമായിരുന്നു കണ്ടപ്പം. ഇത് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ് കലക്കി കുടിച്ചു. പിന്നെ അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇത് ഈ ബോ കാണുന്നത്. നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗ് കണ്ടവർക്കറിയാം. അതിനകത്ത് വാങ്ങിച്ചതാണ്. ആളിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. അതുകൊണ്ട് ഇനി അതിനെ എടുത്ത് വെക്കാൻ പോയി. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. ഏട്ടനൊന്നും വന്നില്ല. ഏട്ടൻ ഡ്യൂട്ടിയായിരുന്നു. അത് കാരണം ഏട്ടൻ ഒരു 4 മണിയൊക്കെ ആകണൊക്കെ വന്ന്. രാവിലെയും ഉച്ചയ്ക്കും ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അല്ലിക്കുട്ടി ഇറങ്ങി. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി. ആൾ ഉറങ്ങുന്നത് കണ്ടിട്ട് ഞാൻ കുളിക്കാൻ കയറി. പക്ഷേ കുളി പാതിയായപ്പോഴത്തേക്കിനും ആൾ എണ്ണിച്ചു എന്നുള്ളതാണ് സത്യം. പിന്നെ കരച്ചിലായി പിഴിച്ചിലായി. അവിടെ നിന്ന് പിന്നെ പിടിച്ചത് ബാൽക്കണി വന്നിരുന്നു. നമ്മുടെ ചേച്ചി ഇപ്പോൾ വരും. അപ്പോൾ ചേച്ചിയെ നോക്കിയുള്ള ഇരുത്തയാണിത്.
ചേച്ചി വന്നു കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ കുറേ നേരം ഇരുന്നു. മോള് പിന്നെ ഉറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അതിനിടയിൽ കൂടെ വീഡിയോ എഡിറ്റിങ്ങൊക്കെ നടത്തി. അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഊത്തിയിരിക്കാനൊന്നും എനിക്ക് ടൈം കിട്ടാറില്ല. അതുകൊണ്ട് മോൾക്ക് ഫീഡ് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഒരു 4 മണിയായപ്പോൾ ഏട്ടൻ വന്നു. പിന്നെ ചായയും കപ്പലണ്ടി വറുത്തും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ദിവസം അങ്ങനെ കഴിഞ്ഞു. വൈകുന്നേരം നമ്മുടെ ഈ ചാനലും ഞങ്ങളെയൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ശരി, വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.